സിഗരറ്റ് വലിയുടെ കാര്യത്തിൽ ഒരു കാലത്ത് മമ്മൂട്ടിയെ തോൽപ്പിക്കാൻ മറ്റൊരു നടൻ മലയാളത്തിലില്ലായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ ഇതേ മമ്മൂട്ടി നടി പാർവതിയെ സിഗരറ്റ് വലിപ്പിക്കാൻ പഠിപ്പിച്ച കഥയെക്കുറിച്ച് പലർക്കും അറിയില്ല. നോ മോട്ടീവ് എന്ന ഇംഗ്ലീഷ് ചെറുകഥ ആസ്പദമാക്കി MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി പവിത്രൻ സംവിധാനം ചെയ്ത ചിത്രമായ ഉത്തരം ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് ആ സംഭവം നടന്നത്. മമ്മൂട്ടി, സുകുമാരൻ, സുപർണ, പാർവതി എന്നിങ്ങനെയുള്ളവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ആ ചിത്രത്തിലെ മർമ്മപ്രധാനമായ രംഗത്തിലൊന്നായിരുന്നു പാർവതിയും സുപർണയും തെരുവ് കച്ചവടക്കാരുടെ സെറ്റിൽ പോയി കഞ്ചാവ് വലിക്കുന്ന ഒരു സീൻ. അതുകൂടാതെ മമ്മൂട്ടിയോട് സിഗരറ്റ് വാങ്ങി വലിച്ചു നോക്കുന്ന സീനും പാർവതിക്ക് ആ ചിത്രത്തിലുണ്ടായിരുന്നു. സംവിധായകൻ നിർദ്ദേശിച്ചത് അനുസരിച്ച് 1-2 തവണ സിഗരറ്റ് കത്തിച്ച് ചുണ്ടിൽ വെച്ച് സുപർണ പെട്ടെന്ന് തന്നെ പുകവലി പഠിച്ചു. എന്നാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും പാർവതിക്ക് അതിന് കഴിഞ്ഞില്ല. സിഗരറ്റ് കത്തിച്ച് ചുണ്ടിൽ വെക്കുമ്പോഴേക്കും പാർവതി ചുമയ്ക്കാൻ തുടങ്ങി. സംവിധായകനും സഹായികളും എത്ര തന്നെ ശ്രമിച്ചിട്ടും പാർവതിക്ക് ആ രംഗം വഴങ്ങുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു മമ്മൂട്ടി. എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ ഒരു പാക്കറ്റ് സിഗരറ്റ് എടുത്ത് മമ്മൂട്ടി പാർവതിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കത്തിക്കുകയും ചുണ്ടിൽ വെച്ച് പുകയുടെ ചുരുളുകൾ നല്ല സ്റ്റൈലായി പുറത്തുവിടുകയും ചെയ്തു. ഇത് കണ്ട് പാർവതി ഉടൻ തന്നെ കൈയടിക്കാൻ തുടങ്ങി. തുടർന്ന് ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പാർവതിയോട് മമ്മൂട്ടി ആവശ്യപ്പെടുകയും ചെയ്തു. മമ്മൂട്ടിയുടെ വാക്ക് കേട്ട പാർവതി ശ്രമം ആരംഭിച്ചു. എന്നാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും മമ്മൂട്ടി ചെയ്തതുപോലെയുള്ള പുകച്ചുരുളുകൾ പുറത്തുവിടാൻ പാർവതിക്ക് സാധിച്ചില്ല. എന്നാൽ സിഗരറ്റ് വലിക്കുമ്പോഴുള്ള പാർവതിയുടെ ചുമ പമ്പ് കടന്നിരുന്നു. സംവിധായകന് ആവശ്യമായ വിധത്തിൽ പുകവലിക്കാനുള്ള രംഗവും പാർവതി അപ്പോഴേക്കും പഠിക്കുകയും ചെയ്തിരുന്നു.